ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യു ഹെൽപ്പ് ക്ലാസ്സസ്. 4ാം ക്ലാസ്സിലെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റിഡിൽസ്, മേക്ക് വേർഡ്സ് ഫ്രം ദ വേർഡ് ഡിസപ്പോയിൻമെൻറ്റ്, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ വേർഡ്സ്, ഡെവലപ്പ് പിക്ചർ ഡിക്ഷണറി, റീഡ് ദ ടെക്സ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. I am a fruit, I am a fruit, sweet and sour. My name and color are the same. Can you say, who am I? മധുരവും പുളിയുമുള്ള ഫ്രൂട്ടാണ് ഞാൻ, അതുപോലെ എൻ്റെ പേരും നിറവും ഒന്നാണ്. എങ്കിൽ ഞാൻ ഏത് ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് പറയാമോ? യെസ്, I am orange. The next, I am a fruit, sweet and good. I am on the plant and the plant is on me too. Can you say, who am I? മധുരമുള്ള ഒരു നല്ല പഴം, അതുപോലെ പഴത്തിന് മുകളിൽ ചെടിയുണ്ട്, ചെടിയുടെ മുകളിൽ പഴമുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ് ഏതാണ്? യെസ്, ഇറ്റ് ഈസ് പൈനാപ്പിൾ. Then third one, I am a fruit, sweet and sour. I am the king of fruits. Can you say, who am I? മധുരവും പുളിയുമുള്ള സ്വീറ്റ് ഫ്രൂട്ടാണ്, അതുപോലെ തന്നെ ഞാനാണ് പഴങ്ങളുടെ രാജാവ്. വിച്ച് ഈസ് ദാറ്റ് ഫ്രൂട്ട്? യെസ്, ഇറ്റ് ഈസ് മാംഗോ. നെക്സ്റ്റ്, ആൻസർ ഈസ് ഗിവൺ ഹിയർ, ജാക്ക് ഫ്രൂട്ട്. ചക്കപ്പഴമെന്ന ഉത്തരം ലഭിക്കുന്ന ഒരു റിഡിൽ നമുക്കുണ്ടാക്കണം. സി, I am a fruit, sweet and good. I am the biggest fruit. Can you say, who am I? ഞാൻ മധുരമുള്ള ഒരു നല്ല പഴമാണ്, ഞാനാണ് ഏറ്റവും വലിയ പഴം. എൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? അപ്പോൾ ഇങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് ഉത്തരമായി വരുന്ന ഒരു റിഡിൽ നമുക്ക് തയ്യാറാക്കാവുന്നത്. നെക്സ്റ്റ്, വി ഹാവ് ദ റീഡിംഗ് പാസേജ്. Pingala watered and manured the seed, but the seed did not sprout. Pingala changed the soil and transferred the seed to another pot. Weeks and months passed. One day, Pingala went near the pot. He knelt before it. "Dear seed, 3 months have passed. I want to take you to the palace. Please sprout out by tomorrow." But nothing happened. The next day, he saw children walking to the palace, dressed in their best clothes. They all held well-grown plants. Pingala stood watching them sadly. Pingala watered and manured the seed. Pingala നട്ട വിത്തിന് വെള്ളമൊഴിക്കുകയും വളം നൽകുകയും ചെയ്തു. But the seed did not sprout. പക്ഷേ വിത്ത് മുളച്ചില്ല. Pingala changed the soil and transformed the seed to another pot. Pingala ആ മണ്ണ് മാറ്റുകയും ആ വിത്തിനെ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റുകയും ചെയ്തു. വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ്. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. വൺ ഡേ പിംഗള വെൻറ്റ് നിയർ ദ പോട്ട്. ഒരു ദിവസം പിംഗള ആ ചട്ടിയുടെ അടുത്ത് ചെന്നു. ഹി നെൽറ്റ് ബിഫോർ ഇറ്റ്. അതിന് മുമ്പിൽ മുട്ടുകുത്തി. ഡിയർ സീഡ്, 3 months ഹാവ് പാസ്ഡ്. എന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട വിത്തെ, 3 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഐ വാണ്ട് ടു ടേക്ക് യു ടു ദ പാലസ്. എനിക്ക് നിന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളതാണ്. പ്ലീസ് സ്പ്രൗട്ട് ഔട്ട് ബൈ ടുമോറോ. ദയവായി നാളത്തേക്ക് നീ മുളച്ചു വരിക. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ ഹീ സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്, ഡ്രസ്ഡ് ഇൻ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ്. അടുത്ത ദിവസം പിംഗള എല്ലാ കുട്ടികളും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് രാജകൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ടു. ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. പൂർണ്ണ വളർച്ചയെത്തിയ ചെടികൾ അവരുടെ എല്ലാം കൈകളിൽ ഉണ്ടായിരുന്നു. പിംഗള സ്റ്റൂഡ് വാച്ചിങ് ദം സാഡ്ലി. ആ കുട്ടികൾ നടന്നു പോകുന്നത് പിംഗള വളരെ സങ്കടത്തോടെ നോക്കി നിന്നു. Now let's go through the main ideas of the story. Pingala watered and manured the seed. പിംഗള ചെടിക്ക്
അല്ലെങ്കിൽ വിത്തിന് വെള്ളമൊഴിക്കുകയും വളം നൽകുകയും ചെയ്തു. ഹി ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ദ പോട്ട്. ചട്ടിയും മണ്ണും പിങ്കള മാറ്റി. ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എന്നിട്ടും വിത്ത് മുളച്ചില്ല. ഹി സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്. മറ്റു കുട്ടികൾ രാജകൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്നത് പിങ്കള കണ്ടു. ഓൾ ദ ചിൽഡ്രൻ ഹാവ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. എല്ലാ കുട്ടികളുടെ കയ്യിലും പൂർണ്ണ വളർച്ചയെത്തിയ നല്ല വളർച്ചയെത്തിയ ചെടികൾ ഉണ്ടായിരുന്നു. പിങ്കള വാസ് ഡിസപ്പോയിൻറ്റഡ്. പിങ്കള വളരെ നിരാശവാനായിരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി, മേക്ക് ആസ് മെനി വേർഡ്സ് യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഡിസപ്പോയിൻമെൻറ്റ്. ഡിസപ്പോയിൻമെൻറ്റ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര വാക്കുകൾ നിങ്ങൾക്കുണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിരിക്കുകയാണ്. സോപ്പ്, ടെൻറ്റ്, മെൻ, അപ്പോയിൻറ്റ്, ടെൻ, നെറ്റ്, ടോപ്പ്, പേസ്റ്റ്, ഇന്ത്യ, പോയിൻറ്റ്, സാഡ്, മോപ്പ്, പെയിൻറ്റ്, പോട്ട്, നെയിം, പോസ്റ്റ്, സിറ്റ്, അപ്പോയിൻമെൻറ്റ്, നയൻ. ഇതിയും കൂടുതൽ വാക്കുകൾ നമുക്കുണ്ടാക്കാം. അത് കൂട്ടുകാർ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദെയർ ആക്ഷൻ. സം ആക്ഷൻസ് റിലേറ്റഡ് ടു കൾട്ടിവേഷൻ ആർ ഗിവൺ ബിലോ. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ ആക്ഷൻ by drawing lines. Now I have matched those pictures with the words given below by drawing simple lines. These are the different stages or steps of cultivation. Okay.